കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയാൻ ബാക്കി വെച്ച കാര്യം ഇതിൽ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന് പകരം എപ്പോഴാണ് ഈക്വൽ ടു വരിക എന്നുള്ള കാര്യമാണ്. അത് ഈ വീഡിയോയിൽ നമ്മൾ പറയും. അതിൻ്റെ മുമ്പേ ഈ ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരുന്നത് നല്ലത് തോന്നുന്നതുകൊണ്ടാണ്. സോ ഞാൻ ആ കാര്യം കൂടി എഴുതി പറഞ്ഞിട്ട് നമുക്കിവിടെ എപ്പോഴാണ് ഈക്വൽ ടു വരിക നോക്കാം. ഓക്കെ, ഇതൊരു സിമ്പിൾ റിസൾട്ടാണ്. ഒന്ന് പോസ് ആയിട്ട് വായിച്ച് നോക്കാം. അതായത് W1 എക്സെട്ര WN ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് രണ്ട് സബ്സ്പേസുകൾ എടുത്ത് ഇൻറ്റർസെക്റ്റ് ചെയ്താലും നമുക്ക് സീറോ സ്പേസാണ് കിട്ടുക. ഫോർ എക്സാമ്പിൾ W1ഉം W2 ഇൻറ്റർസെക്റ്റ് ചെയ്തു. W1 ഇൻറ്റർസെക്ഷൻ W2 നമുക്ക് കിട്ടുക സീറോ സ്പേസാണ്. ഇങ്ങനെ W1 ഇൻറ്റർസെക്ഷൻ W2 അല്ലെങ്കിൽ W3 ഇൻറ്റർസെക്ഷൻ W5 ഇങ്ങനെ ഇതിൽപ്പെട്ട ഏത് രണ്ട് സബ്സ്പേസുകൾ എടുത്ത് ഇൻറ്റർസെക്റ്റ് ചെയ്താലും നമുക്ക് കിട്ടുക സീറോ സ്പേസാണ്. അപ്പം ഈഫ് W1 എക്സെട്ര WN ആർ ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസസ്. ക്ലിയർ അല്ലേ? ഒന്ന് പോസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. സിമ്പിൾ പ്രൂഫാണ്. ഞാൻ ഇവിടെ എഴുതാം. പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളിൽപ്പെട്ട ഏതെങ്കിലും രണ്ട് സബ്സ്പേസ് WIയും WJയും എടുത്തു. എന്നിട്ട് നമ്മളെന്താ കാണിക്കേണ്ടത്? അതിൻ്റെ ഇൻ്റർസെക്ഷൻ സീറോ സ്പേസാണെന്ന് കാണിക്കണം. അതിന് ഈ ഇൻ്റർസെക്ഷനിലുള്ള ഒരു എലമെൻറ്റ് W എടുത്തു. അപ്പോൾ നമ്മളെന്ത് കാണിക്കണം? ദിസ് W ഈക്വൽ ടു സീറോ എന്ന് കാണിക്കണം. അപ്പോൾ W ഈ ഇൻ്റർസെക്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാമല്ലോ, W ബിലോങ്സ് ടു WI ആൻഡ് W ബിലോങ്സ് ടു WJ എന്ന് പറയാം. ഇനി ഇതിങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഇനി WJ സബ്സ്പേസ് അല്ലേ, അപ്പോൾ WJയിലുണ്ടെങ്കിൽ -Wയും എവിടെ ഉണ്ടാവും? WJയിലുണ്ടാവും. അപ്പോൾ അങ്ങനെ എഴുതാം. ഇനി ഈ W പ്ലസ് -W എന്താണ്? സീറോ ആണ്. ഇനി നോക്കുക, ഈ WI എന്ന് പറഞ്ഞതാണ്, -W WJ എന്ന് പറഞ്ഞതാണ്. ഇതെല്ലാം ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളായതുകൊണ്ട് തന്നെ WIയും WJയും എന്താണ്? ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളാണ്. രണ്ട് ഈ ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളിൽ നിന്നും ഓരോ എലമെൻ്റ് എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് സീറോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബൈ ദി ഡെഫിനിഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസ് നമുക്കറിയാം ഈ എടുത്ത രണ്ട് എലമെൻറ്റും എന്തായിരിക്കണം? സീറോ ആയിരിക്കണം അല്ലേ? ഇവിടുന്ന് ഒരു എലമെൻറ്റും ഇവിടുന്ന് ഒരു എലമെൻറ്റും എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് സീറോ കിട്ടി. ഈ രണ്ട് സബ്സ്പേസുകളാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ എടുത്ത എലമെൻറ്റ്സ് ഈ W -W സീറോ ആയല്ലേ പറ്റുള്ളൂ. സോ അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. സോ ദാറ്റ് ഈസ് W ഈക്വൽ ടു സീറോ. ക്ലിയർ അല്ലേ? ഡൗട്ടുകൾ തന്നെ ചോദിക്കുക. അപ്പോൾ ഇത് പ്രൂവ് ചെയ്തു അല്ലേ? W1 എക്സെട്ര WN ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളാണെങ്കിൽ അതിൽപ്പെട്ട് ഏത് രണ്ട് സബ്സ്പേസുകൾ എടുത്ത് ഇൻ്റർസെക്ഷൻ എടുത്താലും നമുക്ക് സീറോ സ്പേസാണ് കിട്ടുക. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് എങ്ങനെയാണ് വരിക? ഇതിപ്പോൾ എന്താ പറഞ്ഞത്? ഈ സബ്സ്പേസുകൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇതിൽപ്പെട്ട ഏത് രണ്ട് സബ്സ്പേസുകൾ എടുത്തിട്ട് ഇൻ്റർസെക്ഷൻ എടുത്താലും നമുക്ക് സീറോ സ്പേസാണ് കിട്ടുക. അപ്പോൾ കോൺവേഴ്സ് എങ്ങനെയാണ് വരിക? നമ്മുടെ കയ്യിൽ കുറച്ച് സബ്സ്പേസുകളുണ്ട്. അതിൽപ്പെട്ട ഏത് രണ്ട് സബ്സ്പേസുകളുടെ ഇൻ്റർസെക്ഷൻ എടുത്താലും നമുക്ക് സീറോ സ്പേസാണ് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ആ സബ്സ്പേസുകൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? അതെപ്പോഴും പറ്റിക്കോളുന്നില്ല. ഞാൻ ഇത് മാച്ചിട്ടൊരു കൗണ്ടർ എക്സാമ്പിൾ ഞാൻ തരാം. ഇവിടെ ശ്രദ്ധിക്കുക, R2-ലെ 3 സബ്സ്പേസുകൾ എടുത്തിട്ടുണ്ട്. ഇവിടെ W1 എക്സ് ആക്സിസ്, W2 ഈ നടുക്കൂടുള്ള ലൈൻ Y = X2 എന്ന ലൈൻ, W3 Y ആക്സിസ്. ഇനി നോക്കുക, ഇതിൽപ്പെട്ട ഏത് രണ്ട് സബ്സ്പേസുകളുടെ ഇൻഡെക്സേഷൻ എടുത്താലും നമുക്ക് എന്താ കിട്ടുക? സീറോ സ്പേസാണ് കിട്ടുക അല്ലേ? കോമൺ ആയിട്ട് ഒറിജിൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സബ്സ്പേസുകൾ ഈ W1 W2 W3 ഈ സബ്സ്പേസുകൾ എന്തല്ല? ഇൻഡിപെൻഡൻ്റ് അല്ല. അത് നിങ്ങൾ സ്വന്തം കാണിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കോൺവേഴ്സ് എപ്പോഴും ട്രൂ അല്ലാന്ന് മനസ്സിലായില്ലേ? കാരണം എന്താ? ഈ 3 സബ്സ്പേസുകളിൽപ്പെട്ട ഏത് രണ്ട് സബ്സ്പേസുകൾ എടുത്തിട്ട് ഇൻ്റർസെക്ഷൻ എടുത്താലും നമുക്ക് സീറോ സ്പേസാണ് കിട്ടുക. പക്ഷേ ഈ സബ്സ്പേസുകൾ എന്തല്ല? ഇൻഡിപെൻഡൻ്റ് അല്ല. ഓക്കെ, അത് മനസ്സിലായല്ലോ? അപ്പോൾ കോൺവേഴ്സ് എപ്പോഴും ട്രൂ ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ഇതിൻ്റെ കോൺവേഴ്സ് എപ്പോഴും ട്രൂ ആകുന്നൊരു സാഹചര്യമുണ്ട്. നമ്മുടെ കയ്യിൽ രണ്ട് സബ്സ്പേസുകൾ മാത്രമാണെങ്കിൽ. അത് ഞാൻ എഴുതിയിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ കോൺവേഴ്സ് ഓൾസോ ഇസ് ട്രൂ വെൻ ദർ ആർ ഓൺലി 2 സബ്സ്പേസസ്. ഞാൻ എഴുതാതെ നമ്മുടെ കയ്യിൽ രണ്ട് സബ്സ്പേസുകൾ മാത്രമാണല്ലോ വിചാരിക്കുക, W1 W2. അപ്പം ഈ W1ഉം W2ഉം ഇൻഡിപെൻഡൻ്റ് ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് W1 ഇൻ്റർസെക്ഷൻ W2 ഈക്വൽ ടു സീറോ. അപ്പോൾ അതിൽ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ W1 ഇൻ്റർസെക്ഷൻ W2 ഈക്വൽ ടു സീറോ എന്നുള്ളത് നമ്മളിനി പ്രത്യേകിച്ച് കാണിക്കണമെന്നില്ല. കാരണം നമ്മൾ നേരത്തെ ഇതിൻ്റെ ജനറൽ കേസിൽ കാണിച്ചു. ഇതിൻ്റെ കോൺവേഴ്സ് മാത്രമാണ് നമുക്കിവിടെ കാണിക്കുന്നത്. W1 ഇൻ്റർസെക്ഷൻ W2 ഈക്വൽ ടു സീറോ സ്പേസ് ആണെങ്കിൽ നമ്മൾ എന്ത് കാണിക്കണം? W1 W2 ഇൻഡിപെൻഡൻ്റ് കാണിക്കണം. സോ സപ്പോസ് W1 ഇൻ്റർസെക്ഷൻ W2 ഈക്വൽ ടു സീറോ സ്പേസ്. അപ്പോൾ നമ്മളിത് ഇൻഡിപെൻഡൻ്റ് കാണിക്കുന്നതിന് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ അകത്തുനിന്നൊരു വെക്ടറും ഇതിൻ്റെ അകത്തൊരു വെക്ടർ എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് സീറോ വെക്ടർ കിട്ടുന്നുണ്ടെങ്കിൽ ഈ W1ഉം W2ഉം സീറോ ആണെന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ W1 + W2 ഈക്വൽ ടു സീറോ എടുത്തു. W1 കംസ് ഫ്രം W1 ആൻഡ് W2 കംസ് ഫ്രം W2. ഇനി ഇവിടെ എനിക്ക് W1 ഈക്വൽ ടു -W2 എന്ന് എഴുതാലോ. ഇനി ഈ W2 എവിടുന്ന് വന്നാണ്?
ഈ W2 ക്യാപിറ്റൽ W2 എന്ന് വന്നാണ്. ക്യാപിറ്റൽ W2 ഒരു സബ്സ്പേസ് ആയതുകൊണ്ട് തന്നെ -W2 അതിനകത്തുണ്ടാവും. സോ W1 = -W2 ആൻഡ് -W2 ബിലോങ്സ് ടു ക്യാപിറ്റൽ W2. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം ഈ W1 W2ലുണ്ട്. W1 ഓൾറെഡി എവിടെ നിർത്താണ്, W1 നിർത്താണ്. സോ W1 ബിലോങ്സ് ടു ബോത്ത് W1 ആൻഡ് W2 എഴുതാം. അപ്പോൾ W1 ഈ ഇൻ്റർസെക്ഷനിലെത്തിയല്ലോ. ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്താണ്? 0 സ്പേസ് ആണ്. അപ്പം നമുക്ക് ഉറപ്പിക്കാം W1 = 0. ഇനി W1 = 0 എന്നുള്ള ഇവിടെ കൊണ്ടു കൊടുത്താൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും W2 = 0 എന്നും കിട്ടും അല്ലേ. അപ്പം മൊത്തത്തിൽ നമുക്ക് എങ്ങനെ പറയാം? ഇംപ്ലൈസ് W1 = 0 ആൻഡ് W2 = 0. അപ്പോൾ W1 + W2 = 0 ഇംപ്ലൈസ് W1 = 0 ആൻഡ് W2 = 0. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് സബ്സ്പേസുകളും ഈ W1ഉം W2ഉം ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. സോ ഹെൻസ് W1 ആൻഡ് W2 ആർ ഇൻഡിപെൻഡൻ്റ്. അപ്പോൾ രണ്ട് സബ്സ്പേസുകളുടെ കേസിൽ W1, W2 ആർ ഇൻഡിപെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് W1 ഇൻ്റർസെക്ഷൻ W2 = 0. അപ്പോൾ ഇത്രയും മതി ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളെ കുറിച്ചുള്ള ചർച്ച. ഇനി നമുക്ക് ആ ഡയമെൻഷൻ്റെ ഫോമുലയായിട്ട് ബന്ധപ്പെട്ട് ആ ഇക്വാലിറ്റിയിലേക്ക് പ്രശ്നത്തിലേക്ക് വരാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇതുവരെ കാത്തിരുന്ന റിസൾട്ട്. ഒന്ന് പോസ്റ്റായിട്ട് വായിച്ചു നോക്കട്ടോ. അതായത് W1 + etc. + W1ൻ്റെ ഡയമെൻഷൻ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W1 + etc. + ഡയമെൻഷൻ ഓഫ് W1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് W1 etc. W1 ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇനി പ്രൂവ് ചെയ്യാനുള്ളത്. പക്ഷേ ഇതിൻ്റെ ഫുൾ പ്രൂഫ് ഞാൻ തരില്ല, പകരം ഇതിൻ്റെ ഹിൻറ്റുകൾ തരാം. ആ ഹിൻറ്റുകൾ വെച്ചിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. സംശയമൊക്കെ ഉണ്ടായി ചോദിച്ചാൽ മതി. ഗാമ മാത്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലൊക്കെ തരാം. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹിൻറ്റുകൾ ഇവിടെ എഴുതി തരാം. ഓക്കെ, ഇത് വായിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാം. നമ്മളിപ്പോൾ കളിക്കുന്നതൊക്കെ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസുകളിലാണ് കേട്ടോ. ഈ W1 etc. W1 ഒക്കെ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൻ്റെ സബ്സ്പേസുകളാണ്. അത് ഞാൻ നേരത്തെ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. ലീനിയർ ആൾജിബ്രയിൽ നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസുകളിലാണ്. ഇൻഫിനിറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസുകളൊക്കെ മറ്റു പല ടോപ്പിക്കുകളുടെയൊക്കെ ഭാഗമായിട്ട് പിന്നീട് വരും. അപ്പോൾ അത് നിങ്ങൾ ഓർമ്മയിലിരിക്കുക. അവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല, ഞാൻ ജസ്റ്റ് ഓർമ്മിച്ചെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ചെയ്തത് ഈ W1 etc. W1 ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇവിടെ ഇക്വാലിറ്റി വരുന്നുള്ളതിൻ്റെ പ്രൂഫാണ്. ഇൻഡിപെൻഡൻറ്റ് ഇംപ്ലൈസ് ഇക്വാലിറ്റി. അതിൻ്റെ പ്രൂഫിൻ്റെ ഹിൻറ്റുകൾ അവിടെ എഴുതിയത്. ഇത് ഞാൻ പ്രത്യേകിച്ചൊന്നും വിശദീകരിക്കുന്നില്ല, നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. എന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് സ്വന്തം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക, അത്ര തന്നെ. ഞാൻ ഇവിടെ വിശദീകരിച്ച് സമയം കളയുന്നില്ല. ഇനി ഞാനിതിൻ്റെ കോൺവേഴ്സിൻ്റെ പ്രൂഫിൻ്റെ ഹിൻറ്റ് കൂടി തരാം അല്ലേ. ഇവിടെ ഇപ്പം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇവിടെ ഇക്വാലിറ്റി എന്നുള്ളതിൻ്റെ പ്രൂഫിൻ്റെ ഹിൻറ്റ് എഴുതി. ഇനി ഇവിടെ ഇക്വാലിറ്റി ആണെങ്കിൽ ഈ സബ്സ്പേസുകളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്നുള്ളതിൻ്റെ പ്രൂഫിൻ്റെ ഹിൻറ്റ് കൂടി ഇവിടെ എഴുതി തരാം. ഇതാ ഇവിടെ കോൺവേഴ്സിൻ്റെ പ്രൂഫിൻ്റെ ഹിൻറ്റും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റ് കുറച്ചുകൂടിയൊക്കെ എഴുതാനുണ്ടായിരുന്നുണ്ടോ ഈ 3 കഴിഞ്ഞ് 4 ഇടയിൽ. പക്ഷേ സ്ഥലമില്ലാത്തതും കൊണ്ട് ഞാൻ ഇത്രേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, കിട്ടും. കിട്ടിയില്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതോടുകൂടെ നിർത്തുകയാണ്. അപ്പോൾ ഈ റിസൾട്ട് ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ.